ഹലോ എവ്രിവൺ, നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ മലേഷ്യയിലെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ പാർട്ട് 1ഉം 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ മോർണിംഗിൽ എണീറ്റ് ഫ്രഷ്നപ്പായി നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി. അതായത് നമ്മുടെ ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മളെടുത്ത ഡിഷസ് ഇതൊക്കെയാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ നമ്മുടെ ന്യൂഡിൽസാണ്. അങ്ങനെ ഒരുപാട് ഡിഷസ് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് മലേഷ്യയിലെ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ക്വാലാലംപൂരിലാണ് ഇതുള്ളത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ മ്യൂസിയം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓൾഡ്, അതായത് പഴയ കാലത്തെ ജീവിത ശൈലികളും റിമൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. പണ്ടത്തെ ആ ഒരു പാലിയോലിത്തിക് ഏജ്, അങ്ങനെയുള്ള നമ്മൾ പണ്ടത്തെ മനുഷ്യന്മാരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതൊന്നും ആ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മ്യൂസിയമാണിത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സോൾഡിയേഴ്സിന് വേണ്ടിയിട്ടൊരു ഹോണറിങ് പോലെയുള്ള ഒരു മോണുമെൻറ്റ് പോലത്തെ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കറക്റ്റ് എന്താണെന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പ്ലേസസൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് പോലെയുള്ള ഒരു എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് അവർ ഒരു ഹോണറിങ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സ്റ്റാച്യു പോലെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ മലേഷ്യയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലേസസ് നമ്മളെ കയ്യിൽ വീഡിയോസ് അവൈലബിൾ അല്ലാണ്ട് പോയിട്ടോ. അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോസ് കംപ്ലീറ്റ് നമ്മൾ പോയിട്ടുള്ള ഒരു പ്ലേസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് നമ്മളെ കയ്യിൽ വീഡിയോസ് ഇല്ല. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അന്നത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ ആയിട്ട് ലൈവായിട്ടാണ് ബട്ടർഫ്ലൈസിനെ അവർ വളർത്തുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്പേസാണ്. അവിടെ തന്നെ എല്ലാ പ്ലേസസിലായിട്ട് ബട്ടർഫ്ലൈസിനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടുക. അപ്പം നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മുടെ അവിടെ അടുത്തൊക്കെ ആയിട്ട് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പാറി നടക്കുന്നുണ്ടാവും കേട്ടോ. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതായത് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ട്. നമ്മൾ കാണാത്ത പല കൈൻഡ് ഓഫ് കളേഴ്സിലും ഷേപ്പിലൊക്കെ വെറൈറ്റീസ്, അതായത് പല പല സ്പീഷീസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തിരിക്കണേ. പിന്നെ ചെറുതായിട്ട് അവിടെ ഒരു പോണ്ടൊക്കെ ഉണ്ട്. അതിൽ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഫിഷസും ഒരുപാട് കൈൻഡ് ഓഫ് ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത്, കാരണം എന്താ പറയുക, കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ തന്നെ ഓരോരോ സ്പീഷീസിൽ പെട്ടിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, അവരെ നമ്മളൊരു മ്യൂസിയത്തിൽ നമുക്ക് പഠിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫേമസ് മോസ്കിലേക്കായിരുന്നു. KLCC തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മോസ്ക് ആയിരുന്നു. അതായിരുന്നു അവിടെയൊക്കെ ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നാഷണൽ മോസ്ക് എന്ന് പറയും. നാഷണൽ മോസ്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ ഈ പോണ വഴിക്കാണ് ഈ എന്താ പറയുക, നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ക്വാലാലംപൂർ നമ്മളെ നാട്ടിലൊക്കെ കാണാമല്ലോ, അതേപോലെയുള്ള. പിന്നെ നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങളാട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നുമില്ല. സോ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബാത്തു കേവ്സിലേക്കായിരുന്നു. വൺ ഓഫ് ദ ഫേമസ് ആണ്. നമ്മൾ മലേഷ്യ എന്ന് വരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നതാണല്ലോ ഈ ഒരു ബാത്തു കേവ്സ്. അപ്പം നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്, നമ്മൾ മോർണിംഗ് തന്നെ ഫസ്റ്റായിട്ട് അവിടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആ കേവിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ദെൻ നമ്മൾ അവിടുന്ന് റിട്ടേൺ വന്നതിന് ശേഷം നമ്മൾ കേബിൾ കാർ കയറാൻ പോവുകയാണ്. ജെൻഡിങ് ഹൈലൻഡ്സ് എന്നാണ് കേട്ടോ ഈ ഒരു കേബിൾ കാറിൽ നമ്മൾ കയറി പോണതിന് പറയൽ ആ ഒരു പ്ലേസ്. ഇങ്ങനെ കേബിൾ കാറിന് വേണ്ടിയിട്ട് നമ്മളിതാ ക്യൂ നിന്ന് കേബിൾ കാറിന് അവിടേക്ക് പോവാണ്. അത് നേരെ പോണത് നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലേക്കാണ് കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പുറത്തുള്ള സീനറി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും എല്ലാതും കൂടിയായിരുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി നമ്മൾ അവിടുത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെമ്പിൾ പോലെയാണ്. ബട്ട് നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അവിടെ നല്ല തണുപ്പുള്ള നല്ലൊരു വെതറായിരുന്നു അവിടെ. ഇവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് എസ്കലേറ്റർ കയറിയിട്ടും അങ്ങനെയൊക്കെ വേണം എത്താൻ വേണ്ടിയിട്ട്. കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ. ഇതൊരു ഏകദേശം എന്താ പറയുക, ഒരു കുന്നിൻ്റെ മേലിൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല നമ്മൾ കയറി കാണാനുള്ളതുണ്ട്. ഇവിടെ നല്ലൊരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്. അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. ഇവിടുത്തെ വെതർ എന്ന് പറയാനുള്ളത്
നല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല കോട നിറഞ്ഞ വെതറായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള സീനറീസാണ് കേട്ടോ അടിയിൽ. എനിക്കൊരു കൈൻഡ് ഓഫ് സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. നല്ല ഭംഗിയുള്ള സീനറി ആയിരുന്നു, പുറത്ത് നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് ജെൻറ്റിങ് ഐലൻഡ് പ്രീമിയം ഔട്ട്ലെറ്റിലേക്കാണ്. അതാണ് നമ്മൾ ഈ റിട്ടേൺ പോയിട്ട് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ പ്രീമിയം ബ്രാൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ ഔട്ട്ലെറ്റാണ്, ഒരു മോളാണ്. അവിടേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അങ്ങനെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുതും കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെയാണ് കേട്ടോ. സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് എൻട്രി ചെയ്യലും നമുക്ക് എക്സിറ്റ് അടിക്കലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളപ്പോൾ റിട്ടേൺ വരുമ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ അവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇല്ല, അത്രേ ഉള്ളൂ. സോ അന്ന് രാത്രിയിൽ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സലോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയാം. നല്ല ഭംഗിയുള്ള ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഈ കാണുന്ന രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് എലമെൻ്റാണ്. മലേഷ്യയിലെ വൺ ഓഫ് ദ ഐക്കോണിക് സ്പോട്ടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുത്തെ ജോളി ചിപ്സൊക്കെ കഴിച്ചിട്ടു. സോ നമ്മുടെ മലേഷ്യൻ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ന്യൂ കൺട്രി ആയിട്ട് വരാം. സോ നമ്മളെ കൂടെ കൂടിക്കോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. സോ ബൈ ബൈ.